ഫീദ. ഗൈസ്, ഇന്നായിരുന്നു നമ്മുടെ +2 ഓൺ എക്സാമിലെ 4th എക്സാം. അങ്ങനെ നമ്മുടെ എക്സാമുകളൊക്കെ കഴിയാറായിട്ടുണ്ട്. ആകെ ഇനി 2 എക്സാം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ മാത്സിന്റെ എക്സാം ആയിരുന്നു. ഈ റിവ്യൂ പറയാൻ എനിക്ക് എന്നത്തെ പോലെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, കാരണം എനിക്ക് ഹാർഡാണ് മാത്സ് സബ്ജക്റ്റിനെ. പിന്നെ ഞാൻ അധികം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് മാത്സ് ആണ് ഏറ്റവും കൂടുതൽ ചാപ്റ്റർ ഉള്ളത്, 5 ചാപ്റ്റർ. ബാക്കി സബ്ജക്ട്സ് സയൻസ് സബ്ജക്ട്സിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം മാത്സിൽ 5 ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ, പിന്നെ ഇന്നലെ നമുക്ക് 2 എക്സാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ച മുതലും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം പോലും ലീവും കിട്ടിയില്ല. പിന്നെ തലേന്ന് പഠിക്കുന്നവരുടെ അവസ്ഥ പറയും വേണ്ട. അപ്പൊ എനിക്ക് ആകെ നേരൊക്കെ അറിയുന്ന 2 ചാപ്റ്റേഴ്സ് ഡിറ്റർമിനൻസും മെട്രിക്സും ആയിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നേരൊക്കെ അറ്റൻഡ് ചെയ്തത്. പിന്നെ എനിക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഇന്നലത്തെ സൈലത്തിന്റെ മാരത്തോൺ കണ്ടപ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ കൺജക്റ്റും ഡിഫറൻഷ്യബിലിറ്റി നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇൻവേഴ്സ് ഞാൻ ഏതൊരു ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പൊ എന്താ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പേപ്പറിനെ കുറിച്ചിട്ട്. ആ പേപ്പർ വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഡിറ്റർമിനൻസിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്. പൊതുവെ അങ്ങനെ തന്നെ ആണല്ലോ. പിന്നെ 3/3 ആണ് ഫുള്ള് വന്നത് മെട്രിസസ് ഒക്കെ. അതുകൊണ്ട് കുറേ ടൈം എടുത്തു. എനിക്ക് അറിഞ്ഞൂടെ, ഞാനിങ്ങനെ പെട്ടെന്ന് ചെയ്തപ്പോൾ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ എക്സാം അല്ലേ എന്നൊക്കെ കരുതി നമുക്ക് സമാധാനിക്കാം. പിന്നെ ഞാൻ നേരൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇന്നലെ പിന്നെ വൈകിട്ട് വന്നിട്ട് നമുക്ക് ഇപ്പോൾ തലേന്നൊക്കെ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്നാലും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആകെ ഡിറ്റർമിനൻസും മെട്രിക്സും എനിക്ക് അറിയാവുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇന്നലത്തെ മാരത്തോൺ, സൈലത്തിലെ മാരത്തോൺ മാത്രം കണ്ടിട്ടാണ് പോയത്. വേറെ ഒന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി പിന്നെ ഞാൻ ആ മാരത്തോൺ പോലും കണ്ടിട്ടില്ല, കാരണം ഞാനത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി. ബാക്കിയുള്ള നിങ്ങൾ നേരത്തെ എഴുതാൻ പറ്റിയെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ മെട്രിക്സും ഡിറ്റർമിനൻസും ഏകദേശമൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനുള്ള മാർക്ക് കിട്ടും എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ തെറ്റാ അതും പോയിട്ടുണ്ടാവും, എനിക്ക് അറിഞ്ഞൂടെ എന്തായാലും. പിന്നെ ഏതോ ഡിലീറ്റഡ് ടോപ്പിക് എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു 10ാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ് തോന്നുന്നുണ്ട്. പിന്നെ ഏതോ ഒരു ഡിലീറ്റഡ് ടോപ്പിക്കും കൂടി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാർക്ക് നമുക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് മാത്സ് എക്സാമിനെ കുറിച്ച് പറയുള്ളത്. പിന്നെ എനിക്ക് മാത്സ് പൊതുവെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മേഖലയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെന്തായാലും എക്സാമിന് മാർക്ക് കിട്ടിയെങ്കിൽ പഠിച്ചതന്നെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെയായിരുന്നു എൻ്റെ എക്സാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എക്സാം നോക്കാം, വേറെ ഒന്നും പറയാനില്ല. സോ എനിക്ക് കുറച്ചൊരു മീഡിയം ടു ടഫ് ലെവലായിരുന്നു എക്സാം. നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് നന്നായിട്ട് എഴുതാനുള്ള എക്സാം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പേപ്പറൊക്കെ നല്ല പേപ്പർ തന്നെയാണ്. ഇതാണ് എനിക്ക് മാത്സ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത എക്സാം ഫിസിക്സ് ആണ്. അതിങ്ങനെ ഇംഗ്ലീഷും കൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സാം കഴിയും. പിന്നെ ഇനി നമുക്ക് ഇംപ്രൂവ്മെന്റിന്റെ ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഒക്ടോബർ 13 മുതലാണ് തുടങ്ങുന്നത്. പിന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എക്സാമിൽ നോക്കാം. തലേന്ന് പഠിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത്. നമുക്ക് കുറച്ചും കൂടി കോൺസെപ്റ്റ്സ് നേരത്തെ അറിയുന്നെങ്കിൽ ആ ഒരു മാരത്തോൺ മാത്രം കണ്ടുപോയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. അതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആ മാരത്തോണിന്ന്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഫിസിക്സ് പഠിക്കണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.